ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സോഷ്യൽ സയൻസിലെ 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ആണ് നോക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പണം എന്ന നാടകത്തിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ചതാണ് നീൽ ദർപ്പൺ. അടുത്ത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുമെന്ന തൻ്റെ നിരീക്ഷണം, ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയത്തിന് ഇതിലൂടെ സാധിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം, അതായത് ചോർച്ചാ സിദ്ധാന്തം, അദ്ദേഹത്തിൻ്റെ പുസ്തകം, അതായത് ചോർച്ചാ സിദ്ധാന്തം ആൻഡ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഇതൊക്കെ ദാദാഭായ് നവറോജിയുടെ പുസ്തകങ്ങളാണ്. അടുത്ത് സാമ്പത്തിക നയം. പാശ്ചാത്യ വിദ്യാഭ്യാസം നോക്കുന്നത് 19ാം നൂറ്റാണ്ടത്തിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയെ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. സാഹിത്യവും പത്രവും. ഇന്ത്യ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന പത്രങ്ങൾ അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ഏത് ഭാഷയിലെ സാഹിത്യകാരന്മാരാണ്? ബംഗാളി ഭാഷയിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും. ലക്ഷ്മിനാഥ് ബസ്ബർവ ആസാമീസ് ഭാഷയിലാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്ക മറാത്തിയിലാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്ക മറാത്തിയിലെ, ലക്ഷ്മിനാഥ് ആസാമീസ്, സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരത് തേന്ദു ഹരിചന്ദ്ര പ്രേംചന്ദ് ഹിന്ദി, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സമ്പാദ് കൗമുദിയും പർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി, പർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് മിറാത്തുൽ അക്ബറും. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾ സാധിച്ചു. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷ. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിൽ. ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷിൽ, മാതൃഭൂമി, അൽ അമീൻ മലയാളം. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായി കാണുകയും അവ നിയന്ത്രിക്കുകയും ചെയ്തു. ഇതിലെ പ്രധാനപ്പെട്ടതാണ് ലിട്ടം പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം. നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ആരാണ്? ലിട്ടം പ്രഭുവാണ് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിൻ്റെ ബംഗാളി ഭാഷയിലെ പത്രമാണ് സമ്പാദ് കൗമുദി, പർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബറുമാണ്. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലാണ്. ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷിൽ, മാതൃഭൂമി, അൽ അമീൻ മലയാളത്തിലുമാണ്. ഇത് പത്രനിയമം, നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്നത് ലിട്ടം പ്രഭു ആണ്.
ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. അതിൽ രാജാറാം മോഹൻ റോയ്, അതായത് ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച രാജാറാം മോഹൻ റോയ് ആണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പം രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിന് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിഭാഗം, ബഹുഭാരത്യം എന്നീ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ സതി നിർത്തലാക്കാൻ മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിന് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവവിവാഹം, ബഹുഭാരത്യം എന്നീ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തെ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അടുത്ത ആള് ജ്യോതിറാവ് ഫുലെയാണ്. മഹാരാഷ്ട്രയിൽ താഴ്ന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫുലെ. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജ് എന്ന സംഘടന അദ്ദേഹം രൂപം. അപ്പോൾ സത്യശോധക് സമാജ് രൂപം നൽകിയത് ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകൾക്ക് മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനനം ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. ഇനി അടുത്തത് പണ്ഡിത രമാഭായിയാണ്. സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാഭായി. കർണാടക സ്വദേശിയായ രമാഭായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാല അധ്യാപകർ രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാഭായി ശൈശവവിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യമഹിളാ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായിയാണ്. വിധവകളുടെ പുനരധിവാസത്തിന് ശാരദാ സദൻ എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. അപ്പോൾ ആര്യമഹിളാ സമാജം സ്ഥാപിച്ചു, ശാരദാ സദൻ എന്ന അഭയകേന്ദ്രം സ്ഥാപിച്ചു, സ്ത്രീകളുടെ തൊഴിൽ പരിശീലനത്തിന് മുക്തി മിഷൻ ആരംഭിച്ചു. 1889 ബോംബെ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. എന്നാണ് 1889 ബോംബെ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്ത്യയിലെ മറ്റു ചില പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും. പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ. ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി, മാഡം ബ്ലാവിസ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദ. ഹിതകാരണി സമാജം, വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം, ഇ.വി. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി. ഇനി ഗതാഗതവും വാർത്താവിനിമയം. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനം, കമ്പി തപാലും അവർ ആരംഭിച്ചു. ചരക്ക് നീക്കം എളുപ്പത്തിലാക്കാനും റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ട് അണിനിരുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. അതിൻ്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യൻ അസോസിയേഷൻ എവിടെ രൂപം കൊണ്ട പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയാണ്. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും കൂടെ ചേർന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപം കൊണ്ടത്. മദ്രാസ് മഹാജൻ സഭ, മദ്രാസിൽ എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ് ചാർലോ, ജി സുബ്രഹ്മണ്യ അയ്യർ, വീരരാഘവാചാരി എന്നിവരാണ് മദ്രാസ് മഹാജന സഭയുടെ
ദേശീയ നേതാക്കൾ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിലാണ്. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്, ബദറുദ്ദീൻ ത്യാബ്ജി. ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടത്. അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്രപ്രദമായ സമ്മേളനത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് എന്നാണ് 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽ ദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ ഒരു മുറിയിൽ ഒരു യോഗം ചേർന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനാ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് ഇവർ. സംഘടനയിലെ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൽ ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിലെ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ അഖിലേന്ത്യാ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28 എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോകുൽ ദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചു. എത്ര പേരുണ്ടായിരുന്നു? 72 പേര്. അതിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി. അതിൽ ഇംഗ്ലീഷുകാരനായ സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം ആരാണ്? അലൻ ഒക്ടോവിയൽ ഹ്യൂം ആണ്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാന നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദ ചാർലോ, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവർ. വിഭജനവും ഭിന്നിപ്പിക്കലും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പദവി അലങ്കരിച്ചിട്ടുള്ളത്. ആരാണ്? RC ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളിയായ ആദ്യ അധ്യക്ഷൻ എന്നാണ്. 1897 ഏത് സമ്മേളനത്തിലാണ്? കോൺഗ്രസ് സമ്മേളനത്തിൽ. വിഭജനവും ഭിന്നിപ്പിക്കലുമാണ്. ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ആഭ്യന്തര സെക്രട്ടറി റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തികേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കർശനമായ ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന കട്സൺ പ്രഭു വാദിച്ചു. അപ്പോൾ ബംഗാൾ വിഭജനം ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമാണ്. വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 14 ബംഗാളിനുടനീളം ദുഃഖാചരണം നടത്തി. എന്നാണ് വിഭജനം നിലവിൽ വന്നത്? 1905 ഒക്ടോബർ 16. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോന ബംഗ്ല എന്ന ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യ ദേശീയ പ്രസ്ഥാനത്തിൽ ശക്തമായ ഒരു കുതിച്ചുചാട്ടമുണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമുള്ള പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പം അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ചതാണ് സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതി ആര് രൂപീകരിച്ചതാണ്? അശ്വിനി കുമാർ ദത്ത് ആണ്. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധികൾ മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. മിതവാദികളും തീവ്രവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാലിക നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്ന് അറിയപ്പെടുന്നു. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിലെ പ്രധാനികൾ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെ അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും
നടപടികളോട് അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെടുന്നു. ബാല ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിലെ പ്രധാനികൾ. അവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടെ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച് അവർ ശക്തമായ പ്രതിഷേധ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. മിതവാദികളും തീവ്ര ദേശീയവാദികളും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനത്തെ തുടർന്നു കൊണ്ടുപോവുകയും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. അപ്പം കോൺഗ്രസ് പിളർന്നത് എന്നാണ് 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിൽ പിളർന്നത്. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിലേക്ക് പ്രവർത്തനമാകുന്നത് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ജയിലിലടച്ചു. ബാലഗംഗാധര ഉൾപ്പെടെ പലരുടെയും നാടുകടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു. 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ള, അതായത് ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസ് മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടിയിട്ട് 1909 നടപ്പിലാക്കിയതാണ് മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക, സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം. ആഗഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങൾക്ക് സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രയോജനമാകുകയും 1906 സർവ്വ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു. 1906 സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ആഗഖാൻ ആണ്. ലാൽ ബാൽ പാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ എന്നിവർ. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നു. ഹോം റൂൾ ലീഗ് 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റ്, ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. അപ്പം 1914 ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും സജീവമായി. ഹോം റൂൾ പ്രസ്ഥാനം അതിൽ ആരംഭിച്ചത് ആരൊക്കെയാണ്? ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ്. ഹോം റൂൾ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിൻ്റെ പ്രചാരണത്തിന് ആനി ബസന്റും ബാലഗംഗാധര തിലകനും രാജ്യത്തിനുടനീളം സഞ്ചരിക്കുകയും ഇതിൻ്റെ ശാഖ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് അവർ ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി. അപ്പം 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന് അധ്യക്ഷനായി മാറി ആര്? ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഇനി ഐക്യത്തിൻ്റെ ലക്നൗ 1916 കോൺഗ്രസിന് വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ആ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഈ സമ്മേളനം തീരുമാനിച്ചു. അപ്പം ലക്നൌവിൽ 1914 ലക്നൗ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിലാണ് മിതവാദികളും തീവ്രവാദികളും ഐക്യപ്പെടാനും അവർ ഒരുമിച്ച് നിൽക്കാനും തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. അപ്പോൾ പിളർന്നത് എപ്പോഴാണ്? 1907 സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് മിതവാദികളും തീവ്ര ദേശീയവാദികളും പിളർന്നു. 1916 ലക്നൗ സമ്മേളനത്തിൽ അവർ രണ്ടുപേരും മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒരുമിച്ചു. ഇനി അടുത്തത് ഇതര വഴി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരരീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചില രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ചു. അത് ഏതൊക്കെ വിപ്ലവ സംഘടനകൾ ഏതൊക്കെയാണ്? അനുശീലൻ സമിതി, എവിടാ സ്ഥലം, ബംഗാളിൽ. നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യാൽ, അരവിന്ദ ഘോഷ്. സച്ചീന്ദ്രനാഥ് സന്യാൽ, അരവിന്ദ ഘോഷ് ആണ്. അനുശീലൻ സമിതി, സച്ചീന്ദ്രനാഥ് സന്യാൽ, അരവിന്ദ ഘോഷ്.
ഭാരത് മാതാ അസോസിയേഷന് നീലകണ്ഠ ബ്രഹ്മചാരി ആൻഡ് വാഞ്ചിയർ അജിത് സിംഗ് ആണ് ഭാരത് മാതാ അസോസിയേഷൻ. യുഗാന്ത പാർട്ടി റാഷ് ബിഹാരി ബോസ് ഖുദിറാം ബോസുമാണ്. റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസുമാണ് യുഗാന്ത പാർട്ടി. ഗദ പാർട്ടി ലാല ഹർദയാൽ അമേരിക്ക.